അതെ, നമ്മുടെ ഈ വാഷ് ബേസിൻ്റെ ഏരിയ കേട്ടോ ഇത് ഞാനൊന്ന് സിമ്പിളായിട്ട് മേക്ക് ഓവർ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല, കുറച്ച് ഇതൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് മേക്ക് ഓവർ ചെയ്യാണ് സിമ്പിളായിട്ട്. അപ്പം ഞാൻ അതിന് വേണ്ടി അതുപോലെ കുറച്ച് ചെടിയുടെ കട്ടിങ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ മുറ്റത്തുനിന്ന്. ഇത് ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് അത് വേറൊരു പ്ലാന്റിൻ്റെ പോട്ടിലേക്ക് ഞാൻ വെക്കുകയാണ്. വെള്ളത്തിലാട്ടോ നമ്മുടെ ചെടി വെക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പോട്ടിലേക്ക് വെച്ചിട്ട് ചെടികൾ ഓരോന്ന്, ചെടീൻ്റെ കട്ടിങ്സ് ഓരോന്ന് ഇതിലേക്ക് വെക്കുക കേട്ടോ. ഗ്ലാസ് മാത്രം വെക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ആ പ്ലാന്റിൻ്റെ പോട്ടും കൂടെ വെച്ച്. പിന്നെ കട്ടിങ്സ് എടുക്കുമ്പോൾ നല്ല ബുഷിയായിട്ട് കുറേ കട്ടിങ്സ് എടുക്കുക കേട്ടോ. അങ്ങനെ ഈ ഒരു കോർണർ സെറ്റായി. ഇനി അടുത്തത് ഞാൻ ചെടിയുടെ തന്നെ വേറെ പുറത്തുള്ള ഒരു പുതിയ ഇലകൾ വരില്ലേ, അത് എടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഗ്രീൻ കളറൊക്കെ, ലൈറ്റ് ഗ്രീൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ അധികം വിരിയാത്തൊരു ഇലയാണ്. ഈ ഇല വിരിഞ്ഞാൽ ഇതാ ഇങ്ങനെ ആയിരിക്കും, അപ്പോൾ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അധികം കൊണ്ട് വിരിയാത്തൊരു ഇലയായിട്ട് എടുത്തിട്ടുള്ളത്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട്, ഇത് ഞാൻ വലിയ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു പ്ലാന്റിൻ്റെ പോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മുടെ നേരത്തെ കട്ട് ചെയ്തെടുത്ത പ്ലാന്റ് ഇതിലേക്ക് പ്ലേസ് ചെയ്യാം കേട്ടോ. ഇത് നല്ല ഭംഗിയാട്ടോ, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതും അതുപോലെ അത് ഇങ്ങനെ വെള്ളത്തിൽ വെച്ചാൽ കുറേ ദിവസം നിൽക്കും കേട്ടോ, കുറേ കാലം നിൽക്കും. അപ്പോൾ ഇതും അങ്ങനെ സെറ്റായി. ഇതും അതിൻ്റെ അപ്പുറത്ത് ഈ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം സെറ്റായി. ഇനി വാഷ് ബേസിൻ്റെ ഈ ഭാഗത്ത് ഹാൻഡ് വാഷ് ബോട്ടിൽ സെറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു ഭാഗത്ത് വെച്ചെടുക്കാം. ഇതുപോലെ ഒരു സെറ്റാട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്, ബ്ലാക്ക് കളറിലുള്ള. അപ്പോൾ ഇതിവിടെ വെച്ചപ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നു, ഇത് മാത്രമായപ്പോൾ. അപ്പോൾ ഞാൻ എന്താട്ടി ഈ ഒരു ബ്ലാക്കിനോട് മാച്ച് ആയിട്ടുള്ള ഒരു ഫ്ലവർ പോട്ടും കൂടെ, അതിൻ്റെ ഫ്ലവറൊന്നും വെച്ചിട്ടില്ല, ഈ ഒരു പോട്ട് മാത്രം അതിൻ്റെ ബാക്കിൽ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒന്നൊരു ഫില്ലായ പോലെ തോന്നി. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ മുകൾ ഭാഗം, കൗണ്ടർ ടോപ്പിൽ ആ മുകൾ ഭാഗം ഫുള്ള് കവർ ചെയ്തിട്ടോ. ഇനി ഇതിൻ്റെ താഴെ ഒരു ഡസ്റ്റ്ബിൻ വെക്കുന്നുണ്ട്. നമ്മുടെ ഐക്കേൻ്റെ പ്ലാന്റ് പോട്ടില്ലേ, ഞാൻ പ്ലാന്റും വെക്കാറുണ്ട്, അതുപോലെ ഇതുപോലെ ഡസ്റ്റ്ബിന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതും വെച്ചു. ഇപ്പോൾ നമ്മുടെ ഏകദേശം സെറ്റായി. ഇനി ഈ ഒരു ഭാഗത്ത് താഴെ ഒരു വലിയൊരു ചെടി വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ഞാൻ വേറൊരു ചെടി വെച്ചിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഈ ഒരു ചെടി ഞാൻ അങ്ങോട്ടേക്ക് മാറ്റിയാണ്, ഈ ഒരു ഭാഗത്തേക്ക്. അപ്പോൾ ഏകദേശം അവിടെ ഒരു മൊത്തത്തിലൊരു ഫില്ലായ പോലെ തോന്നും. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെടിയും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ സിമ്പിളായിട്ടാട്ടോ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട്, ഇതെല്ലാവർക്കും ഇഷ്ടമായോ? കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമെങ്കിൽ ഇന്ന് കമൻറ്റ് ചെയ്യണേ.